വാർത്തകൾ വിശദമായി. 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിനായി 41,000 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിരുന്നതെന്നും കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി കുടിവെള്ളം ലഭ്യമായെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിലാണ് ശുദ്ധജല വിതരണം നടത്താൻ സാധിച്ചത്. കേരളത്തിലെ മൊത്തം ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണം 70,80,000. ഏകദേശം 71 ലക്ഷം കുടുംബം. 17 ലക്ഷം കുടുംബങ്ങളിൽ നമ്മൾ കൊടുത്തത് 60 വർഷക്കാലമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമാണ് നമുക്ക് പുതിയ 18 ലക്ഷം കണക്ഷൻ കൊടുക്കാൻ കഴിയും. ഇപ്പൊ കേരളത്തിൽ 34 ലക്ഷം കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ശേഷിച്ച എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പുവരുത്താൻ ഇനി നമുക്ക് 2 വർഷമായി കാത്തിരിക്കേണ്ടതുണ്ട്. കേരളത്തിലെമ്പാടും ശുദ്ധജല വിതരണത്തിനായി ഇതോടകം 41,000 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. 41,000 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത് എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ആരംഭിച്ചു. മുണ്ടക്കയം, പാറത്തോട് തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആന്റോ ആന്റണി MP, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച മഹാനായിരുന്നു സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹനീയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും ഗണേഷ് കുമാർ അനുസ്മരിച്ചു. സ്ത്രീകൾ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ച് മാർഗങ്ങൾ സ്വീകരിച്ച മഹാനായിരുന്നു മന്നത്ത് പത്മനാഭനെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. NSS കരയോഗ യൂണിയൻ കുട്ടനാട് താലൂക്ക് ദക്ഷിണമേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു NSS ഡയറക്ടർ ബോർഡ് അംഗവും പത്തനാപുരം യൂണിയൻ പ്രസിഡന്റും കൂടിയായ മന്ത്രി ഗണേഷ് കുമാർ. കേരളത്തിന്റെ സമൂഹത്തിൽ വന്നിട്ടുള്ള എല്ലാ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിൽ വന്നിട്ടുള്ള സാമൂഹിക പരിഷ്കരണങ്ങളിലും നായർ സമുദായത്തിനിടയിൽ വന്നിട്ടുള്ള പരിഷ്കരണങ്ങളിലും കാരണക്കാരനായ മന്നത്ത് ആചാര്യനാണ് നമ്മെ നയിച്ചത്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തിരിതെളിച്ചത് എന്നാണ്. സ്ത്രീകൾ സമൂഹത്തിന്റെ പിന്നാമ്പുറത്തേക്ക്, വീടുകളുടെ ഇരുട്ടുമുറികളിലേക്ക് തള്ളപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് വലിയ സ്ഥാനവും നൽകിക്കൊണ്ടാണ് മന്നത്ത് ആചാര്യൻ പ്രവർത്തിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീക്ക് നൽകേണ്ട, സമൂഹത്തിൽ നൽകേണ്ട മാന്യതയെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ. ഇതിനൊക്കെ മുൻപ് നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അകത്തളങ്ങളിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, നായർ സമുദായത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെട്ടപ്പോൾ അതിനൊക്കെ എതിരെ വലിയൊരു മാറ്റത്തിനായി പടവെട്ടിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നായർ സമുദായത്തെ സംഘടിപ്പിക്കുക മാത്രമല്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകി ഈ സമുദായത്തെ നയിച്ച മന്നത്ത് ആചാര്യന്റെ പരമ്പരയാണ്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച മഹാനായിരുന്നു മന്നത്ത് ആചാര്യൻ. ചമ്പക്കുളം പടിപ്പുരിക്കൽ ശ്രീ ദുർഗ NSS ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ KP നാരായണപിള്ള അധ്യക്ഷനായിരുന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ D ഗോപാലകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് S സുദർശനകുമാർ, PK വാസുദേവൻ, യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസന്ന മോഹൻ എന്നിവർ സംസാരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എക്കണോമിക്സിൽ 2nd റാങ്ക് നേടിയ ശരണ്യയെ സമ്മേളനത്തിൽ ആദരിച്ചു. രാമങ്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുന്നങ്കരി വാഴയിൽ കള്ളുഷാപ്പിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ റിമാൻഡിൽ. കോഴിക്കോട് സ്വദേശി മുരളിയാണ് കൊല ചെയ്യപ്പെട്ടത്. കൊട്ടാരക്കര മൈലം പഞ്ചായത്ത് 7ാം വാർഡിൽ ബംഗ്ലാധാര വീട്ടിൽ ശ്രീകുട്ടൻ, ഷാപ്പ് ജീവനക്കാരൻ കോട്ടയം കുറിച്ചി പഞ്ചായത്തിൽ 4ാം വാർഡിൽ മട്ടാഞ്ചേരി വീട്ടിൽ മെവിൻ M ജോയ് എന്നിവരാണ് മുരളി കൊല ചെയ്യപ്പെട്ട കേസിൽ അറസ്റ്റിലായത്. ശനിയാഴ്ച അതിപുലർച്ചെ രാമങ്കിരി കുന്നങ്കരി വാഴ ഷാപ്പിലായിരുന്നു സംഭവം. സുഹൃത്തുക്കളായ മുരളിയും ശ്രീകുട്ടനും സംഭവം നടന്ന ഷാപ്പിൽ ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വാഴയിൽ ഷാപ്പിലെ ജീവനക്കാർ തമ്മിലുള്ള വഴക്കിനിടയിലുണ്ടായ മർഡറിൻ്റെ കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ നമ്മൾ റിമാൻഡ് ചെയ്തത്. 2 പ്രതികളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൽ ഒന്ന് മെവിൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, രണ്ടാമത്തത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ. ഇവർ അവിടെ ഷാപ്പിലെ ജീവനക്കാരനാണ്. അവിടെ മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ, രാത്രി അവിടെ തന്നെയാണ് സ്റ്റേ ഒക്കെ, അങ്ങനെ മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിലെ ബന്ധുക്കളെ പറ്റി അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു വഴക്കാണ്. അതിനൊടുവിൽ
ആദ്യം കൈകൊണ്ടൊക്കെ അടിക്കുകയും പിന്നെ അവിടെ കിടന്ന ഒരു വിറക് കഷ്ണം വെച്ചുള്ള അടിയിലാണ് ഇയാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രതിയെ അവർ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ മരിച്ചാണ്, ബ്രോട്ടഡായിട്ടാണ് എത്തിയത്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. രണ്ടാമത്തെ പ്രതി ഒളിവിൽ പോയതാണ്. അപ്പോൾ അവൻ വാടകയ്ക്ക് താമസിക്കുന്ന റാന്നിയിലെ വസതിയിൽ നിന്നാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിച്ചു ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ശ്രീകുട്ടനും മുരളിയും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലെത്തി. ഷാപ്പ് ജീവനക്കാരനായ മെവിൻ ശ്രീകുട്ടനും ചേർന്ന് മുരളിയെ മർദ്ദിച്ചു. തടിക്കഷ്ണം കൊണ്ട് തലയ്ക്ക് അടിയേറ്റ മുരളി നിലത്ത് വീണതോടെ ഇരുവരും മുങ്ങി. പിന്നീട് മുരളിയെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മെവിനെ പോലീസ് ആശുപത്രിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ ശ്രീകുട്ടനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് റാന്നിയിൽ നിന്നാണ് പിടികൂടിയത്. രാമഗിരി CI ജയപ്രദീപ്, SIമാരായ A സഞ്ജു, മുരുകൻ, ASI പ്രേംജിത്ത്, റിജോ ജോയ് ബൈജു, CPOമാരായ സുഭാഷ്, ജിനു, മോബിൻ എന്നിവർ അടങ്ങിയ സംഘമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഞായറാഴ്ച ഉച്ചയോടെ ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡ് ചെയ്തു. തകഴി ഗ്രാമപഞ്ചായത്തിൽ നന്നാട്ടുവാലിപ്പാലം ആറ്റുതീരം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. തോമസ് കെ തോമസ് MLAയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 615 മീറ്റർ ദൈർഘ്യമുള്ള റോഡ് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജയകുമാർ, വൈസ് പ്രസിഡന്റ് അംബിക ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പമ്മ ചെറിയാൻ, ജയചന്ദ്രൻ കലാങ്കേരി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും റോട്ടറി ക്ലബ്ബ് ഓഫ് ചങ്ങനാശ്ശേരിയുടെ നേതൃത്വത്തിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള കോട്ടയം ജില്ലാ നിർണയ ക്യാമ്പ് ഫെബ്രുവരി 16 വെള്ളിയാഴ്ച പാലാത്രച്ചിറയിലുള്ള റോട്ടറി ക്ലബ്ബിൽ നടത്തും. ക്യാമ്പിൽ വരുന്നവർ അർഹത വ്യക്തമാക്കുന്ന രേഖകളുമായി എത്തിച്ചേരണമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 2 പദ്ധതികൾ നടത്തുന്നത്, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്നത് ചങ്ങനാശ്ശേരി റോട്ടറി ക്ലബ്ബാണ്. കോട്ടയം ജില്ലയിൽ 6 സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പ് 16-ാം തീയതിയാണ്. ഈ പദ്ധതിയിൽ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ് ഏബിൾഡ്, കേന്ദ്ര സാമൂഹ്യക്ഷേമ നിധി വകുപ്പിന്റെ കീഴിൽ അലിംപോ, പിന്നെ ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിങ്ങനെ ഒത്തിരി പേര് സഹകരണങ്ങളുണ്ട്. ഈ രേഖകളൊക്കെ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അലിംപോയിലെ ഉദ്യോഗസ്ഥരാണ്. അവർ അപ്പം തന്നെ അവരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഈ സെലക്ട് ചെയ്ത പേഷ്യൻസിനെ എൻട്രി ചെയ്യും. കഴിയുന്ന ഇതിന് വേണ്ടത് വരുന്നു എന്ന് പറയുന്ന ആ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ 25,500 രൂപ ഒരു പ്രതിമാസം വരുമാനമുള്ളവരെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അതിൽ താഴെയുള്ളവരാണ് ഇതിനകത്ത് കൂടുതലുള്ളവർ. അതുകൊണ്ട് അതൊരു പ്രശ്നമാകുന്നില്ല. പിന്നെ ആകെ കൂടി വേണ്ടി വരുന്ന ഒരു ഫോട്ടോയും അവരുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു പ്രൂഫും മാത്രമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് റോട്ടറി ക്ലബ്ബ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 4 മാസത്തിനുള്ളിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് KJ ലൂയിസ് കുരിശിങ്കൽ പറമ്പിലുമായി ബന്ധപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 944 779 1255. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 944 779 1255. മാന്നാർ വിയ്യപുരം റോഡിൽ പാവുക്കര മോസ്കോ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. 3 പേർക്ക് പരിക്ക്. എറണാകുളം സ്വദേശികളായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. എറണാകുളത്ത് നിന്ന് മാന്നാറിലുള്ള ബന്ധുവീട്ടിലേക്ക് വന്ന ആളുകൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം അടുത്തുള്ള പാടത്തേക്ക് തലകുത്തനെ മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ ഗോപുര നവീകരണത്തിനുള്ള ചെമ്പുപാളികൾ സമർപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രകാശ് സമർപ്പണ കർമ്മം നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിലെ ഏറെ പ്രസിദ്ധമായ പഞ്ചപാണ്ഡവ മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള ഗോപുരങ്ങളുടെയും നവീകരണം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ചെമ്പുപാളി സമർപ്പണം.
ക്ഷേത്രവിശ്വാസികൾക്കൊപ്പമാണ് ദേവസ്വം ബോർഡ് നിലകൊള്ളുന്നതെന്നും ദേവസ്വം ബോർഡും ഉപദേശക സമിതികളും ഭക്തജനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ക്ഷേത്ര വികസനം സാധ്യമാവുകയുള്ളൂവെന്നും ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രകാശ് പറഞ്ഞു. നമ്മുടെ വിശ്വാസികളിലേക്കെത്തുന്ന വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. ചില സഹായങ്ങൾ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അതിലൊരു പങ്കാളിയായി മാറുക എന്നതിനപ്പുറം ഒരു വലിയ മുഴുവൻ പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ട് അനുവദിക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏതാണ്ട് 1252 ക്ഷേത്രം. അതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം ശബരിമല. ശബരിമലയിൽ നമുക്ക് ഏതാണ്ട് ഇപ്രാവശ്യം 375 കോടിയോളം വരുമാനമെത്തി. അതനുസരിച്ച് ചെലവുണ്ട്. രണ്ടാമത് ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവല്ലമാണ്, 13 കോടിയാണ്. അപ്പോൾ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കണം. 370 കോടി 13 കോടി, പിന്നെ 10 കോടി 8 കോടി, അങ്ങനെ ഒരു 10-20 ക്ഷേത്രം. ഈ 10-20 ക്ഷേത്രങ്ങളിലെ വരുമാനം കൊണ്ടാണ് നമ്മൾ ഈ 1220 ക്ഷേത്രങ്ങളിലെ തിരി തെളിയിക്കുന്നത്, 6000 ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, പിരിഞ്ഞുപോയ 4500 ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത്, അങ്ങനെ ബാക്കിയുള്ള ഒട്ടും വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ അവരുടെ പൂജാതി കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് B രാധാകൃഷ്ണൻ മേനോന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ചീഫ് എഞ്ചിനീയർ A അജിത് കുമാർ, ആറന്മുള ക്ഷേത്രം തന്ത്രി വസുദേവൻ ഭട്ടതിരിപ്പാട്, ദേവസ്വം മാനേജർ അരുൺകുമാർ, അജീഷ് കുമാർ മഠത്തിൽ, സജികുമാർ തിനപ്പറമ്പിൽ, PC രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മാതൃപിതൃവേദി 2024 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നടത്തി. ചമ്പക്കുളം ബസിലിക്ക ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഷംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിക്കുന്നതിന് സന്തോഷമുണ്ട്. നമ്മളെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഒന്ന്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാതൃവേദി പിതൃവേദിയുടെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. ഒപ്പം അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയും മാർഗരേഖയുടെ പ്രകാശനവും നമ്മൾ നടത്തുകയും. ഉദ്ഘാടന യോഗത്തിൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോസഫ് അധ്യക്ഷയായിരുന്നു. അതിരൂപത വികാരി ജനറൽ മോൺസിംഗർ വർഗീസ് സ്ഥാനമാവുങ്കൽ അനുഗ്രഹ പ്രഭാഷണവും ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം സന്ദേശവും നൽകി. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിജോ ഇരപ്പക്കാട്ട്, ചമ്പക്കുളം ഫൊറോന ഡയറക്ടർ ഫാദർ ജോൺ പതാലിൽ, അതിരൂപത പിതൃവേദി പ്രസിഡന്റ് ജിനോദ് എബ്രഹാം, ആൻസി മാത്യു, സാലിമ ജോസഫ് എന്നിവർ സംസാരിച്ചു. 2023 വർഷത്തെ സംഘടനാ റിപ്പോർട്ട് സെക്രട്ടറിമാരായ ജോഷി കൊല്ലാപുരം, മിനി തോമസ് എന്നിവർ അവതരിപ്പിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ യൂണിറ്റ് ഫൊറോനകൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സംയുക്ത പ്രവർത്തനങ്ങളിൽ ഫൊറോന തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ചമ്പക്കുളം, തിരുവനന്തപുരം, എടത്വ ഫൊറോനകൾ നേടി. മാതൃവേദിയുടെ മികച്ച ഫൊറോനകളായി ചങ്ങനാശ്ശേരി, ആലപ്പുഴ, അതിരമ്പുഴ ഫൊറോനകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കുറുമ്പനാടം, കുടമാളൂർ, കൊല്ലം, ആയൂർ എന്നിവയാണ് പിതൃവേദി മികച്ച ഫൊറോനകൾ. മികച്ച മാതൃവേദി യൂണിറ്റുകളായി ചെത്തിപ്പുഴ, കിഴക്കേ മിത്രക്കരി, നിർമ്മലാഭവൻ, കവടിയാർ എന്നിവയും മികച്ച പിതൃവേദി യൂണിറ്റുകളായി പൊടിപ്പാറ, കരുവാളൂർ, മണ്ണാർകുന്ന് എന്നിവയും തെരഞ്ഞെടുക്കപ്പെട്ടു. കരാട്ടെ പരിശീലനത്തിൽ മികവ് തെളിയിച്ച് കുട്ടനാട്ടിൽ നിന്നും 100-ലധികം കുട്ടികൾ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി. രാമങ്കരിയിലുള്ള ഹയാഷി ഹഷിറ്റോ റിയു കരാട്ടെ അക്കാദമിയിലായിരുന്നു സർട്ടിഫിക്കറ്റ് വിതരണം. വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് കുട്ടനാട്ടിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ബിജുമോൻ, ഡോക്ടർ പ്രശാന്ത്, അനൂജ്, ജുനു കെ തോമസ് എന്നീ മാസ്റ്റർമാരാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. 28 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കരാട്ടെ മാസ്റ്ററാണ് സെൻസായി ബിജുമോൻ. പെൺകുട്ടികൾ പ്രധാനമായിട്ടും ഈ മാർഷൽ ആർട്ട് കരാട്ടെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ തന്നെ അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാർഷൽ ആർട്ടുകൾ. അത് കരാട്ടെ വളരെ പ്രധാനമാണ്. മറ്റു മാർഷൽ ആർട്ടുകളും എല്ലാം ഇതൊക്കെ തന്നെയാണ്.
അത് മാനസികമായിട്ട് ഒരു രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനായിട്ടുള്ള മാനസികമായ തയ്യാറെടുപ്പ്, അതായത് മാനസികമായി ധൈര്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വരാം എന്ന് വീട്ടുകാരോട് പേരൻസിനോട് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആർട്ട് പഠിച്ചാൽ അവർ തിരിച്ചെത്തുന്നുള്ളത് കറക്റ്റ് കാര്യമാണ്. കാരണം അതുവഴി നമ്മുടെ ഈ ട്രെയിനിങ് അതേ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠനത്തിന് തന്നെ വളരെ ശ്രദ്ധ, പവർ, ബാലൻസിങ് എന്നീ കാര്യങ്ങൾക്കെല്ലാം വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കരാത്തെ. മലേഷ്യയിൽ നിന്നുള്ള ഹെൻസി ഡോക്ടർ ടോണി പൊന്നയ്യ നയന്ത ഡാൻ ജപ്പാൻ ചീഫ് ഇൻസ്പെക്ടർ നേരിട്ടെത്തി ഗ്രേഡിംഗ് നടത്തിയാണ് കുട്ടികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തത്. കുട്ടികൾ സ്വയം പ്രതിരോധം സൃഷ്ടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നതോടൊപ്പം അവർക്ക് മാനസികവും ശാരീരികവുമായ ഉണർവ് നൽകുന്നതുകൂടിയാണ് കരാട്ടെ പരിശീലനം. പഠിക്കുന്നതിലൂടെ എനിക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവും മെന്റൽ പവറും ഓർമ്മശക്തിയും ഹെൽത്ത് പവറും ഇതെല്ലാം നമുക്ക് ഈ കരാത്തയിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കരാത്ത പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടനാട്ടിലെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി കുട്ടികൾ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന കരാട്ടെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുണ്ട്. വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മിസ്റ്റർ ആലപ്പി, മിസ്റ്റർ ട്രാവൻകൂർ മത്സരങ്ങൾ പുളിങ്കുന്നിൽ അരങ്ങേറി. ആലപ്പുഴ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഫിസിക്, ക്ലാസിക്, വുമൺ ഫിറ്റ്നസ്, സ്കൂൾ വിദ്യാർത്ഥികൾ, കിഡ്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. സ്കൂൾ ചാമ്പ്യൻ സന്ദീപ് ബിനു, മെൻ ഫിസിക് സച്ചിൻ സജീവ്, മെൻ ക്ലാസിക് സേതു കമൽ, ജൂനിയർ വിഭാഗം ജെറിൻ ജോജോ, സീനിയർ വിഭാഗം സെവിച്ചൻ സജി എന്നീ വിജയികൾ പുളിങ്കുന്ന് ബോഡി സ്റ്റൈൽ ജിംനേഷ്യത്തിൽ പരിശീലനം നേടിയവരായിരുന്നു. സബ് ജൂനിയർ വിഭാഗം ചാമ്പ്യൻ എസ് കാളിദാസ് ഇംപൾസ് ജിംനേഷ്യത്തെ പ്രതിനിധീകരിച്ചു. വുമൺ ഫിസിക് ദേവിക സണ്ണി അബിൻ ജിംനേഷ്യം ചെട്ടിക്കാട് നിന്നുള്ള പ്രതിനിധിയായിരുന്നു. ഹരിപ്പാട് ഫിറ്റ്മാനിയ ജിംനേഷ്യത്തിലെ എം മനീഷ് മാസ്റ്റേഴ്സ് കിരീടം ചൂടിയപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ കിരീടം ചൂടിയത് ആലപ്പുഴ സ്വാമി ജിംനേഷ്യത്തിലെ വിജയകുമാരൻ നായരായിരുന്നു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറാന പള്ളി ഹാളിൽ നടത്തിയ മത്സരങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ടോം പുത്തങ്കളം നിർവഹിച്ചു. നമുക്കിതുപോലെയുള്ള സംരംഭങ്ങൾ പലപ്പോഴും ജില്ലാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും മാത്രമാണെങ്കിൽ ഗ്രാമ അന്തരീക്ഷങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെയുള്ളവർക്ക് വലിയ പ്രചോദനമാകത്തക്ക രീതിയിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഒരു ദിവസം മുഴുവൻ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ ഭാരവാഹികൾക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം നേരുകയാണ്. സംസ്ഥാന ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജി കിഷോർ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിജോ കാനാച്ചേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളീധര പണിക്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ് ബാനർജി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.